BJP ഉൾപ്പെടെയുള്ള മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരാളാണെങ്കിൽ ഒരാൾ പുറത്തു വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ BJP അല്ല ഉപേക്ഷിക്കേണ്ടത്, BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിക്കേണ്ടത്. അത് ഭാവിയിലാണ് കാണേണ്ടത്. അദ്ദേഹം BJP ആണോ ഉപേക്ഷിച്ചത്, BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിച്ചതെന്ന് ഭാവിയിൽ നിലപാടുകളിൽ കാണേണ്ടതാണ്. എന്നാലിപ്പോൾ അദ്ദേഹം രാവിലെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് തന്നെ അദ്ദേഹം BJP രാഷ്ട്രീയത്തെ അല്ല ഉപേക്ഷിച്ചത് എന്ന് തോന്നുന്ന നിലയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അന്ധമായ ഇടതുപക്ഷ വിരുദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവിടെയും BJP ആക്രമിക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാവിലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ചാനൽ ചർച്ചയിൽ BJPയുടെ വക്താവായി വരുന്നയാളാണ്. ചാനൽ ചർച്ചയിൽ എന്തൊക്കെയാണോ അന്ന് പറഞ്ഞത് അതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇല്ലാതെ പറയാൻ പറ്റും കോൺഗ്രസിൻ്റെ വക്താവായി മുന്നോട്ട് പോയാൽ. ഓരോ വിഷയം എടുത്താലും കാണാം. അപ്പോൾ കൊടകര കുഴൽപ്പണം 3 കൊല്ലമായി അതിൻ്റെ ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച് പ്രതികളെ BJP നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത നിലപാടിന് എതിരെ അദ്ദേഹം ഇതുവരെയും BJP പ്രതിനിധിയായി മൗനം പാലിക്കുകയായിരുന്നു. ഇനി കോൺഗ്രസ് പ്രതിനിധിയായിട്ടും വേറെ മാറ്റമൊന്നും വേണ്ട, മൗനം പാലിച്ചാൽ മതി. കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്ന കാര്യം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന, ഇതുവരെയും BJP പ്രതിനിധിയായി അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റം പറഞ്ഞത്. ഏത് പ്രധാനമന്ത്രി പിണറായി വിജയനാണെന്ന് തോന്നുന്ന നിലയിൽ. ഇനി അതിൽ മാറ്റം വേണ്ട, മൗനം പാലിച്ചാൽ മതി. അങ്ങനെ ഓരോ വിഷയം എടുക്കും. ഇപ്പോൾ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന് അദ്ദേഹം ഇതുവരെ ശബ്ദിച്ചിട്ടില്ല BJP വക്താവായപ്പോൾ. ഇനി കോൺഗ്രസ് വക്താവായാലും വലിയ മാറ്റമൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് വേറെയും സൗകര്യമുണ്ട്. ഇനി പഴയ ഓർമ്മ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും കൂട്ടിന് പലരും ഉണ്ട്. ഷാക്ക് കാവൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ KPC പ്രസിഡന്റ് ഉണ്ട്. ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോ ഒന്ന് പൂട്ട് പൂജിക്കണം, കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ വിഷം തുപ്പുന്ന പ്രസംഗം നടത്തിയത്, അതുകൊണ്ടൊന്ന് പൂട്ട് പൂജിച്ച് കളയാന്ന് പറഞ്ഞാൽ കൂട്ടിന് പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും BJPയുടെ രാഷ്ട്രീയം ഒരു തരിയെങ്കിലും മനസ്സിൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൽ നിന്നും ആളുകൾ BJPക്കെതിരെ പോരാട്ടം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളത് ജനം മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്തായാലും BJP ഉൾപ്പെടെ ഏത് മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ ആ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിനെ സന്തോഷിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഒരുപാട് പ്രതിഷേധങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് ഈ പ്ലെയിൻ കഴിഞ്ഞു. അല്ല, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രാവിലെ കണ്ട് ആ പ്രതികരണത്തിൽ അദ്ദേഹം സംസാരിച്ച സമയത്ത് നിങ്ങൾ നോക്കി നോക്കും, ഭൂരിപക്ഷ സമയവും ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ്. അപ്പോൾ ഇതുവരെയും BJPയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ചയാൾ ഇപ്പോൾ ഇനി കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞ വരി മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ആ വാചകം എങ്ങനെയാണ്: BJPക്കെതിരെ ഞാൻ ഇനി അങ്ങനെ പറഞ്ഞു പോവില്ല, പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയം ഞാൻ പറയും. നിങ്ങൾ കേട്ടു നോക്കുക, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നതിന് BJPക്കെതിരെ പറയാതെ പറയാൻ പറ്റും എന്നുള്ളതിന് അദ്ദേഹത്തിന് തന്നെ കാര്യം അറിയാം. അപ്പോൾ BJPക്കെതിരെ പറയാതെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ പറ്റും. അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പറയാൻ ഒരാളെ കൂടി കോൺഗ്രസ്സിന് കിട്ടി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല എന്ന് തോന്നുന്ന നിലയാണ് അദ്ദേഹത്തിൻ്റെ രാവിലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അദ്ദേഹം BJPക്കെതിരെ ശക്തമായിട്ട് ഇന്ന് രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ല. ശക്തമായി BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളം ഇങ്ങനെ സംശയിക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സീപ്ലെയിനെതിരെ ഇന്ന് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ല, കാട്ടാനിറങ്ങുന്ന പ്രശ്നം മത്സ്യത്തൊഴിലാളിയാവല്ലോ പറഞ്ഞത്. അതെ അതെ, അവിടെയുള്ള അതല്ല, അത് ഒന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, കായലിൽ സീപ്ലെയിൻ ഉപയോഗിക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ ആദ്യം ചർച്ച ചെയ്യുക മത്സ്യത്തൊഴിലാളികളായിട്ടാണ്. ഇവിടെ ഡാമാണ് കേന്ദ്രീകരിക്കുന്നത്. ഡാമുകൾ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ ഇറങ്ങുന്നതിന് ആരും എതിരല്ല. ഒരു തരത്തിലും ആർക്കും പ്രയാസം ഉണ്ടാകുന്ന സ്ഥിതിയുമില്ല. ഇനി ഏതെങ്കിലും ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മത്സ്യത്തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെച്ച ആശങ്ക വളരെ അത് ശരിവെക്കുകയാണ് ഞാൻ. കാരണം അവർ പ്രദാനം ചെയ്യുന്ന തൊഴിലാളി വിഭാഗത്തിന് മത്സ്യബന്ധനത്തിനും മറ്റു പ്രയാസം ഉണ്ടെങ്കിൽ അവരാണല്ലോ പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിൽ ആശങ്ക അറിയിക്കേണ്ടതും ചെയ്യേണ്ടത്. ഇപ്പോൾ കായലിനകത്ത് സീപ്ലെയിൻ ഇറക്കുന്ന ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ മത്സ്യബന്ധനത്തിന് ഒരു കുഴപ്പമില്ലാത്ത നിലയിൽ എവിടെയൊക്കെ പറ്റും അത് മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുക. ഡാമിൽ സീപ്ലെയിൻ ഉപയോഗിക്കുക, കേരളത്തിൽ ഒരുപാട് ഡാമുണ്ട്. ഡാമിൽ സീപ്ലെയിൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചാൽ വലിയ മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ മലമ്പുഴ ഡാമിൽ അത് വേണമെന്നുള്ള അഭിപ്രായം പാലക്കാട് നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിലും അത് ഇടതുപക്ഷത്തിന്
വലിയ അനുകൂലമാണ്. മലമ്പുഴ ഡാമിൽ സീപ്ലെയിൻ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFിൻ്റെ കാലത്ത് സീപ്ലെയിൻ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതിന് പല കാരണമുണ്ട്. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞു, അത് ചിലർ വേറെ നിലയിലെടുത്ത് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ മാത്രമായിരുന്നു അന്ന് സീപ്ലെയിൻ മുന്നോട്ട് പോകുന്നതിന് പരാജയമായത്? അല്ല, അതിൽ പാലിക്കേണ്ട പല കാര്യങ്ങളും പാലിക്കാതെ സ്റ്റെപ്പുകൾ എടുക്കാതെയാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ എല്ലാ വിശദവിവരത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾ ഇതൊരു ഫസ്റ്റ് ഫേസ്, ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുള്ളൂ. അതിന് എന്തൊക്കെയാണോ ചെയ്യാനാവുക അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തും. ഇത് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളൊന്നും ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ട പ്രശ്നം ഇതിൽ വരുന്നില്ല. മാട്ടുപ്പെട്ടി ഡാമിൽ ഇറക്കുന്നതിന് വനം വകുപ്പിൻ്റെ ഒരു ഒബ്ജക്ഷൻ അല്ല, അത് തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പാണ്. അത് മുഖ്യമന്ത്രി തലത്തിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഡിസ്കഷൻ നടക്കും.